നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കരയുന്ന വിചിത്രവാദവുമായിട്ടൊരു യുവാവ് എത്തിയിരിക്കുകയാണ്. ചെമ്പരത്തി വിള സ്വദേശിയായിട്ടുള്ള ഒരു അനീഷാണ് ഈ ഒരു വിചിത്രവാദം പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഒരുപാട് പരാക്രമങ്ങളൊക്കെ കാണിച്ചു വന്നത്. രാത്രി 12:30 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണ് ചെമ്പരത്തി വിള സ്വദേശിയായിട്ടുള്ള അനീഷിന്റെ ശരീരത്തിൽ ഈ ഒരു നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറുകയും പിന്നീട് കുറെ പരാക്രമങ്ങളൊക്കെ അയാൾ കാണിക്കുകയും ചെയ്തിരുന്നു. ചെമ്പരത്തി വിള തൊഴുക്കലിലാണ് യുവാവിന്റെ പരാക്രമം നടന്നതെന്നാണ് സൂചന. നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്ത് തന്നെയുള്ള ഒരു പ്രദേശമാണ്. അനീഷ് ക്ഷേത്രത്തിലെ ഒരു പൂജാരിയാണെന്നും വിവരമുണ്ട്. ഈ ആത്മാവ് ശരീരത്തിൽ കയറി ഇയാൾ അക്രമങ്ങൾ നടത്തുന്ന സമയത്ത് തടയാനോ മറ്റോ എത്തിയതാണെന്ന് തോന്നുന്നു. 3 യുവാക്കളെ ഇയാൾ മർദ്ദിക്കുകയും ബൈക്കുകളൊക്കെ അടിച്ച് തകർക്കുകയും കൂടുതൽ അക്രമാസക്തനാവുകയും ഒക്കെ ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നെയ്യാറ്റിങ്കര പോലീസ് യുവാവിനെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും ആശുപത്രിയിൽ ഇയാൾ അക്രമാസക്തനായിട്ട് മാറുകയും ഒക്കെ ചെയ്തു എന്നും പിന്നീട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നുമാണ് സൂചന. അപ്പോൾ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ആത്മാവ് പ്രശ്നക്കാരനാണ്, പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും ഇടയിൽ ഒരു ചെറിയ ഒരു നാരിന്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ കമന്റ് ഒന്നും പറയുന്നില്ല. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും.